ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ബീഫ് കൊണ്ടാട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ചപ്പാത്തിക്ക്, പത്തിരിക്ക്, അതേപോലെ ചോറിന് എല്ലാറ്റിൻ്റെ ഒപ്പം നമുക്ക് ഒരേപോലെ കഴിക്കാൻ പറ്റുന്നതാണ് ഈ ബീഫ് കൊണ്ടാട്ടം. അപ്പോൾ അതിലേക്ക് ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കൊണ്ടാട്ടം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ: ബീഫ് ഞാനിവിടെ ഒരു 1/2 കിലോ നല്ലോണം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അര കിലോനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ചെറിയ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുത്തോളൂ, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം. അത് നമുക്ക് പിന്നെ ബീഫ് വേവിക്കണേലേക്ക് കുറച്ചിടാം, അത് കഴിഞ്ഞ് ഉണ്ടാക്കുമ്പോഴും ഇടാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണാണ് ഞാനിവിടെ മുളക് പൊടി എടുത്തിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചതച്ച മുളകും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെന്താണ് കറിവേപ്പില, ഗരം മസാലയുടെ പൊടി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നാളികേരത്തിൻ്റെ കൊത്ത് എടുത്തിട്ടുണ്ട്. ഒരു കോഴിമുട്ടയും വേണം, ഉപ്പും വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ. പിന്നെ നമുക്കത് പുരട്ടി വെക്കാനായിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ബീഫ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് അതിലേക്ക് 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അതല്ല നാരങ്ങ നീരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് മതി വെള്ളം. ബീഫിൽ തന്നെ വെന്ത് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് ഒരു 3 വിസിലടിച്ചു കൊണ്ടുവരാം. അത് ഓരോ ബീഫിന് ഓരോരോ വേവാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ 3 വിസിലാണ് അടിക്കണത്. 3 വിസിലടിച്ച് കൊണ്ടുവരാം. ബീഫ് ഞാനിവിടെ 3 വിസിലടിച്ചിട്ട് പിന്നെ വാങ്ങിയതിൻ്റെ ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കുണ്ടല്ലോ ഒരു കോഴിമുട്ട ഇങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. കോഴിമുട്ട ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് ശരിക്കുള്ള മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് അതും ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ആ മഞ്ഞൾപ്പൊടി, ബാക്കി വെച്ച മഞ്ഞൾപ്പൊടി ഇല്ലേ, അത് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ഞാനിവിടെ ഒരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. 2 സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. കുറച്ച് അരിപ്പൊടി, അത് മൈദ ഉണ്ടെങ്കിൽ മൈദപ്പൊടി ഉണ്ടെങ്കിൽ മൈദപ്പൊടി ചേർത്തോളൂ. ഞാനിവിടെ അരിപ്പൊടിയാണ് കുറച്ച് ചേർത്തിരിക്കുന്നത്. 1 സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതിങ്ങോട്ട് കുഴച്ചെടുക്കാം.
നന്നായി ഇങ്ങോട്ട് കുഴച്ചെടുക്കാം. നമുക്കൊരു കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ മുട്ടേൻ്റെ വെള്ളം ഉണ്ട്. നമ്മൾ ഈ കോൺഫ്ലവറും ഇതൊക്കെ ഇട്ടപ്പോഴേ വല്ലാതെ കുത്തി ഇളക്കണ്ട. പിന്നെ ഞാൻ അതിൻ്റെ ഒപ്പം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഞാൻ ഈ എന്താ പറയുക ബീഫ് വേവിച്ചിട്ടുള്ള വെള്ളം തന്നെയാണ് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യട്ടെ. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഈ ബീഫ് നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു പ്രാവശ്യം കൂടി ആക്കി 2 പ്രാവശ്യമായിട്ട് നമുക്കിത് വറുത്തെടുക്കാം. നമുക്കിനി ഇത് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിത് വേവിച്ച കാരണം നല്ലോണം വേവ് കഴിഞ്ഞതാണല്ലോ. ഇനിയിപ്പോൾ ഇതിലും കൂടി ആകുമ്പോൾ അങ്ങോട്ട് കറക്റ്റായിട്ട് വരും. അല്ലാതെ അങ്ങോട്ട് പൊരിച്ചെടുക്കൊന്നും വേണ്ട. ഒന്നും കൂടി ഇങ്ങോട്ട് ആയി വന്നോട്ടെ. ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഇങ്ങോട്ട് വാങ്ങി വെക്കാം. ഇനി നമുക്ക് ഇതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ഒന്നിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി തങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഒന്നും കൂടി ആയാൽ ഞാനിങ്ങോട്ട് വാങ്ങി വയ്ക്കാം. അത് കഴിഞ്ഞാൽ നമുക്കിനി സവാളയൊക്കെ വളർത്താനും ഒക്കെ നോക്കാം. ഞാനിവിടെ ആ ബീഫ് വറുത്തിട്ടുള്ള ആ വെളിച്ചെണ്ണ തന്നെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചതാണ് കേട്ടോ. അതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്നും ഇവിടെ ആയി വരട്ടെ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് വഴണ്ട് വരട്ടെ. ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ് ഇട്ടാൽ. ഞാനത് ഇല്ലാത്ത കാരണമാണ് ഞാനിപ്പോൾ ഈ സവാള ഇട്ടത്. സവാള വഴണ്ടി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചിട്ടാൽ മതി. നമ്മളതിലിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചിട്ടാൽ മതി. കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഞാൻ പറഞ്ഞ നാളികേരക്കൊത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് നാളികേരക്കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും നാളികേരക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, കുറച്ച് തന്നെ എടുത്തിട്ട് അത്ര അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഒന്ന് വഴണ്ടി വരട്ടെ. ഇനി നമുക്ക് അതിലേക്ക്
കുറച്ച് ഞാൻ പറഞ്ഞ ഗരം മസാലയുടെ പൊടി വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ടില്ലേ, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് പെരുജീരകത്തിന്റെ പൊടി അതും ഇട്ട് കൊടുത്തു. കുറച്ച് ഞാൻ പറഞ്ഞ മുളക് ചതച്ചത് ഉണ്ടെന്ന് അത് കുറച്ചാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കണ്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുക്കാട്ടാ. എന്താ വെച്ചാൽ അതിടുമ്പോൾ നമുക്ക് എരിവ് അധികം ഉണ്ടാവില്ലേനും കുറച്ച് കളറും നന്നായിട്ട് കിട്ടും. കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് സുർക്ക കൊണ്ട് ഒഴിച്ചു കൊടുക്കാട്ടോ. വിനാഗിരി അത് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ഈ സോസ് വെച്ചിട്ടുണ്ടല്ലോ, ടൊമാറ്റോ സോസ്, അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിട്ടില്ലേ നമ്മൾ ഈ ബീഫ്, അത് ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്ക് ഇതാണ്ട് മിക്സ് ചെയ്യാം. രണ്ട് കറിവേപ്പിൻ്റെ ഇല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിത് ഒരു പാത്രത്തിലാക്കിയിട്ട് കാണിക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. എന്താണെന്നുണ്ടെങ്കിൽ ഇത് ചപ്പാത്തിക്ക്, പത്തിരിക്ക്, അതേപോലെ ചോറിന് എല്ലാറ്റിൻ്റെ ഒപ്പം നമുക്ക് ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ് ഈ ബീഫ് കൊണ്ടാട്ടം. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പോൾ നമുക്ക് എന്നാലും അടുത്ത വീഡിയോയിൽ കാണാം.